59 തവണ ഓസ്കാർ നോമിനേഷനിൽ വന്ന വ്യക്തി, 26 ഓസ്കാർ അവാർഡുകൾ ലഭിച്ചു എന്ന റെക്കോർഡിനുടമ, സിൻഡ്രല്ല, മിക്കി മൗസ്, ഗൂഫി, ഡൊണാൾഡ് ഡക്ക് അങ്ങനെ തുടങ്ങി ഒട്ടനവധി കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ സൃഷ്ടാവ് വാൾട്ട് ഏലിയാസ് ഡിസ്നി. ജനനം 1901 ഡിസംബർ 5 ഷിക്കാഗോയിൽ. ചിത്രരചനയായിരുന്നു ജീവിതം. കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായതിനെ തുടർന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ പഠനം നിർത്തേണ്ടി വന്നു. പിന്നീട് തന്നെ കൊണ്ടാവുന്ന ജോലികളൊക്കെ ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് രാത്രികാലങ്ങളിൽ ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് ചിത്രരചന പഠിച്ചു. പിന്നീട് റെഡ് ക്രോസ് ഡ്രൈവറായി ജോലി ചെയ്തു. അക്കാലത്ത് ചിത്രരചനയിൽ കൂടുതൽ താല്പര്യം തോന്നുകയും ശേഷം അമേരിക്കയിലെ കാറ സിറ്റി സ്റ്റാർ ന്യൂസ് പേപ്പറിൽ ജോലിക്ക് കയറുകയും ചെയ്തു. പക്ഷേ ചിത്രങ്ങൾക്ക് ഭാവനയും ആശയമില്ലെന്ന് വിലയിരുത്തി അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ശേഷം 9 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ചെറുപ്പക്കാരനെ ലോകം തിരിച്ചറിയുന്നത്. അവിടെ നിന്ന് നിരാശപ്പെട്ടിറങ്ങിയ ആ ചെറുപ്പക്കാരന് ആനിമേഷനിലേക്കായി കൂടുതൽ ശ്രദ്ധ. കാർട്ടൂൺ കഥാപാത്രങ്ങൾ മാത്രമുള്ള ഒരു മുഴുനീള ആനിമേഷൻ ചിത്രം ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഡിസ്നി തൻ്റെ മൂത്ത സഹോദരൻ റോയ് ഡിസ്നിയുമായി ചേർന്ന് 1923 ദ വാൾട്ട് ഡിസ്നി എന്ന കമ്പനി ആരംഭിച്ചു. 1927 യൂണിവേഴ്സൽ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി ഒരു മുഴുനീള ആനിമേഷൻ ചിത്രം നിർമ്മിച്ചു. ഹൗസ് ഹോൾഡ് എന്ന മുയലിനെ കേന്ദ്രീകരിച്ചായിരുന്നു ചിത്രം. പേരിനോ കഥാപാത്രങ്ങൾക്കോ മാറ്റം വരുത്താനുള്ള സ്വാതന്ത്ര്യം ഡിസ്നിക്ക് ഉണ്ടായിരുന്നില്ല. ആദ്യം നിർമ്മിച്ച ചിത്രം നിർമ്മാതാക്കൾക്ക് ഇഷ്ടമായില്ല. ശേഷം കഥാപാത്രങ്ങൾക്ക് മാറ്റം വരുത്തി ചെയ്തപ്പോൾ സ്വീകരിക്കപ്പെട്ടു. അങ്ങനെ 1927 ഈ ചിത്രം റിലീസ് ചെയ്തു. ഹൗസ് ഹോൾഡിന്റെ മേലിൽ അവകാശമില്ലാതിരുന്നതിനാൽ സ്വതന്ത്രമായ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ ഡിസ്നി തീരുമാനിച്ചു. അങ്ങനെയാണ് കാർട്ടൂൺ ഇൻഡസ്ട്രിയുടെ തന്നെ നട്ടെല്ലായ ദ മിക്കി മൗസിന്റെ ജനനം. പിന്നീട് നടന്നതെല്ലാം ചരിത്രം. സംവിധായകൻ, സംരംഭകൻ, തിരക്കഥാകൃത്ത് തുടങ്ങി ഒട്ടനവധി വേഷങ്ങളാണ് ഡിസ്നി അണിഞ്ഞത്. 1966 ഡിസംബർ 15 ഡിസ്നി ഈ ലോകത്തോട് വിട പറഞ്ഞു. ഡിസ്നിയും സഹപ്രവർത്തകരും ചേർന്നാണ് ലോകം കണ്ടതിൽ വെച്ച് പ്രശസ്തമായ ഒട്ടനവധി കാർട്ടൂൺ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയത്. 1923 തുടങ്ങിയ ആനിമേഷൻ സ്റ്റുഡിയോ ഇന്ന് ഹോളിവുഡിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റുഡിയോകളിൽ ഒന്നാണ്. ഇതാണ് നമ്മുടെ കുട്ടിക്കാലം മനോഹരമാക്കിയ വാൾട്ട് ഡിസ്നിയുടെ ചരിത്രം.